Good morning. Good morning, sir. Good morning. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു. അതിൽ നോട്ട്സ് നമ്മൾ എഴുതി. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ യൂണിറ്റ് കണ്ടാവൂ. ഈ ചാപ്റ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ചാപ്റ്റർ എന്ന് പറയാം. ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറഞ്ഞാൽ കണ്ടാവു ദ്വീപിലെ വിശുദ്ധമായിരിക്കുന്ന കടലാമകൾ. ടെട്ടിൽസ് എന്ന് പറഞ്ഞാല് കടലാമകൾക്കാണ് ടെട്ടിൽസ് എന്ന് പറയുന്നത്. ഇതൊരു ഐതിഹ്യമാണ്. നമുക്ക് ആദ്യം അത് ചർച്ച ചെയ്യാം. ഓൺ ദി ഐലൻഡ് ഓഫ് കടാവു, പ്രൊനൗൺസ്ഡ് കണ്ടാവു എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. കടാവു എന്ന് പറയുന്ന ഒരു ദ്വീപ്, വൺ ഓഫ് ദി ലാർജർ ഐലൻഡ് ഓഫ് ഫിജി ഗ്രൂപ്പ്. ഫിജി ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഒരു ദ്വീപുകളിൽ ഒരു ദ്വീപാണ് കണ്ടാവു ദ്വീപ്. സം 50 മൈൽസ് ബൈ വാട്ടർ ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് സുവ. സുവ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് വെള്ളത്തിലൂടെ 50 മൈൽസുകൾ ഉള്ള ഒരു ദ്വീപാണ്. is the Fijian village of Nemuana. അത് നെമുആന എന്ന് പറയുന്ന is the Fijian village of Nemuana. നെമുആനയിലെ ഒരു ഫിജിയൻ ഗ്രാമമാണത്. നെമുആന എന്ന് പറയുന്നത് അത് നെസ്റ്റിൽസ് അറ്റ് ദ ഫുട്ട് ഓഫ് ദി ബ്യൂട്ടിഫുൾ ബേ. അത് സ്ഥിതി ചെയ്യുന്നത് അറ്റ് ദ ഫുട്ട് ഓഫ് ദി ബ്യൂട്ടിഫുൾ ബേ, സുന്ദരമായിരിക്കുന്ന ഒരു ഉൾക്കടലിന്റെ ഒരു ഫുട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അഡ്ജസന്റ് ടു ദ ഗവൺമെന്റ് സ്റ്റേഷൻ ഇൻ ദ വെനീഷ്യൻ ഹാർബർ. വെനീഷ്യൻ തുറമുഖത്തിൽ ഗവൺമെന്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ്. ഹിയർ, ഇവിടെയാണ് ദ ഐലൻഡ് ഓഫ് ദി കണ്ടാവൂസ് അഥവാ കണ്ടാവു എന്ന് പറയുന്ന ഈ ദ്വീപ് നാരോസ് ഡൗൺ ടു ആൻ ഇസ്റ്റുംസ് അഥവാ ഇസ്റ്റുംസിലേക്കൊരു വളരെ നാരോവായിട്ട് കടന്നു പോകുന്ന ഒരു ദ്വീപാണ്. ആൻഡ് ബൈ ക്ലൈംബിംഗ് ദ ഹില്ല്, നമ്മൾ അവിടെയുള്ള കുന്നിൽ നമ്മൾ കയറുകയാണെങ്കിൽ, ബിഹൈൻഡ് നെമുആന വില്ലേജിലുള്ള ഒരു പിന്നിലുള്ള കുന്നുകൾ നമ്മൾ കയറുകയാണെങ്കിൽ, വൺ ക്യാൻ സ്റ്റാൻഡ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ നിൽക്കാൻ പറ്റും ആ കുന്നില്. ഓക്കെ, വൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ ദി സാഡിൽ. നിങ്ങൾക്ക് അതിന്റെ സാഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കുതിരപ്പുറത്തൊക്കെ ഇരിക്കാൻ ഉപയോഗിക്കുന്നതിനാണ് സാഡിൽ സാധാരണ പറയാറുള്ളത്. അപ്പൊ സാഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇരിപ്പിടം നോക്കാം. ആ ഇരിപ്പിടത്തിൽ നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ ലുക്ക് ഔട്ട് ടു ദ സീ, ടു ദ സൗത്ത് ആൻഡ് ദ നോർത്ത് ഭാഗത്തെയും സൗത്ത് ഭാഗത്തെയും കടൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കുന്നാണ്. എന്നാൽ അവിടെ എലഗൻ സൈസ് ഒരു ഐതിഹ്യം പറയുന്നത് that in the days gone by the valleys of the Kandavu slide their cannons on the rollers up over the narrow neck of the land to save the long journey around the east and the west of the Kandavu island. അവിടെ ഐതിഹ്യം പറയുന്നത് ഡേയ്സ് ഗോൺ ബൈ, ദിവസങ്ങളിൽ എന്നാണ് കടന്നു പോകുന്നത്. വാരീസ് ഓഫ് ദി കണ്ടാവു, കണ്ടാവുവിൽ നിന്നാണ് യോദ്ധാക്കള്
സ്ലൈഡ് ദെയർ കാനോൺസ്, അവരെ തോണികളിലൂടെ അവരെന്ത് ചെയ്യുന്നു, അവർ യാത്ര ചെയ്യുന്നു. ഓൺ ദ റോളേഴ്സ് അപ്പ് ഓഫ് ദി നാരോ നെക്ക്, ആ ഇടുങ്ങിയ വഴികളിലൂടെ അവരെന്താണ് ചുറ്റിക്കറങ്ങുന്നു. ഓഫ് ദി ലാൻഡ്, ആ ലാൻഡില്. എന്തിനു വേണ്ടിയാണ് അവിടെ അവരിങ്ങനെ അവരുടെ തോണിയിലൂടെ അവരിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? ടു സേവ് ദ ലോങ് ജേർണി അറൌണ്ട് ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഓഫ് ദി കണ്ടാവു ഐലാൻഡ്. കണ്ടാവു ഐലാൻഡിലെ വെസ്റ്റിലെയും ഈസ്റ്റിലേക്ക് ചുറ്റും കടന്നു പോകുന്ന യാത്രക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അവർക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ തോണികളിൽ അവർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദ വുമൻ ഓഫ് ദി നെമുആന വില്ലേജ്, നെമുആന ഗ്രാമത്തിലെ സ്ത്രീകള് അവിടെ സ്റ്റിൽ പെർസർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ, ഒരു അപരിചിതമായിരിക്കുന്ന ഒരു ആചാരം അവിടെ നിലനിൽപ്പുണ്ട്. എന്താണ് അവിടുത്തെ ആചാരം? ദാറ്റ് ഓഫ് ദി കോളിംഗ് ടേർട്ടിൽസ് ഫ്രം ദ സീ, കടലിൽ നിന്നുള്ളതായ കടലാമകളെ വിളിക്കുന്ന ആചാരമാണ്. ഇഫ് യു വിസിറ്റ് നെമുആന വില്ലേജ്, നിങ്ങൾ ഒരു നെമുആന വില്ലേജ് നിങ്ങൾക്ക് സന്ദർശിക്കുകയാണെങ്കിൽ, ടു സീ ദ ടേർട്ടിൽസ് കോളിംഗ്, അവരെപ്പോഴും ഈ കടലാമകളെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോഴും നിങ്ങൾ നെമുആന വില്ലേജ് നിങ്ങൾക്ക് സന്ദർശിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. Your schooner anchors in a beautiful bay right under the cliffs of the rocky headland. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തോണി കൊണ്ട് നിങ്ങൾ നങ്കൂരമിടുകയാണെങ്കിൽ, in the beautiful bay right under the cliffs of the rocky headland, ഉയർന്നു നിൽക്കുന്നതായ പാറക്കെട്ടിന്റെ അടിയിലൂടെ, ആ ഉൾക്കടലിലൂടെ, ആ സുന്ദരമായ ഉൾക്കടലിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നങ്കൂരമിടുകയാണെങ്കിൽ, യു ലാൻഡ് ഓൺ ബീച്ച്, നിങ്ങൾക്ക് ബീച്ചിൽ ലാൻഡ് ചെയ്യാം. ആൻഡ് ദെൻ എയ്തർ സിറ്റ് ഓൺ ദി റോക്ക്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലാൻഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പാറക്കെട്ടിൽ ഇരിക്കാം. അണ്ടർ ദ ബ്ലഫ്സ് ഓഫ് ദി ബീച്ച്, ആ ബീച്ചിന്റെ അടിയിലുള്ള. ഓർ അല്ലെങ്കിൽ ക്ലൈം ദ റോക്കി ടു ട്രാക്ട് എ പോയിന്റ് സം 150 or 200 feet of the rocks of the rock face. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 150 അല്ലെങ്കിൽ 200 അടിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാറക്കെട്ടിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഒന്നെങ്കിൽ അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 150-200 ഫീറ്റുകൾ നിങ്ങൾക്ക് ആ പാറക്കെട്ടിൽ കയറാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ യു ഹാവ് എ സ്പ്ലെൻഡിഡ് വ്യൂ, നിങ്ങൾക്ക് വളരെ അത്ഭുതം നിറഞ്ഞ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. വിൽ ഫൈൻഡ് അസംബ്ലേഡ്, ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പാറക്കെട്ടിൽ കയറിയാൽ, അല്ലെങ്കിൽ ആരുടെയോ മൈക്ക അൺമ്യൂട്ട് ആണ്, ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ കയറി കഴിഞ്ഞാല് ആൻഡ് വിൽ ഫൈൻഡ്, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എന്താണ് കണ്ടെത്താൻ പറ്റുന്നത്? അസംബ്ലേഡ് ഓൾ ദ മെയ്ഡൻസ് ഓഫ് ദി വില്ലേജ് ഓഫ് നെമുആന, നെമുആനയിലെ കന്യകയായിരിക്കുന്ന പെൺകുട്ടികൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് കാണാൻ പറ്റും. അതോ അവിടെ സുന്ദരമായിരിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. എന്താണ് ആ സുന്ദരമായ കാഴ്ച? നിങ്ങൾക്ക് ആ പാറക്കെട്ടിലെ കയറി കഴിഞ്ഞാൽ ആ കടലോര പ്രദേശത്ത്, അതിന്റെ തീരത്ത് ഒരുപാട് സുന്ദരികളായിരിക്കുന്ന കന്യകമാർ അവർ ഒരുമിച്ച് കൂടും. എന്നിട്ട് സിംഗിങ് എ സ്ട്രേഞ്ച് ചാന്റ്, അവിടെ ഒരു അപരിചിതമായിരിക്കുന്ന ഒരു പാട്ടവിടെ അവരെ ഉരുവിടും. ഒരു പാട്ടവിടെ ഈ കന്യകമായിരിക്കുന്ന പെൺകുട്ടികൾ ഉരുവിടും. ആസ് ദേ ചാന്റ്, അവർ ഉരുവിടുന്ന സമയം, ഇഫ് യു ലുക്ക്, നിങ്ങൾക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ, വെരി കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെ കൂടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഡൗൺ ഇൻ ടു ദ വാട്ടർ, ആ വെള്ളത്തിന്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഓഫ് ദ ബേ, ആ ഉൾക്കടലിന്റെ അടിയിലേക്ക്, വെള്ളത്തിന്റെ അടിയിലേക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ, യു വിൽ സീ, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് കാണാൻ പറ്റുന്നത്? ഗ്യാൻഡ് ടേർട്ടിൽസ് റൈസ് 1 by 1, അഥവാ ഓരോന്നായിട്ട് എന്ത് ചെയ്യും, ടേർട്ടിൽസുകൾ, വലിയ വലിയ ടേർട്ടിൽസുകൾ, വലിയ വലിയ കടലാമകൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. ഓൺ ദ സർഫേസ്, അതിന്റെ പ്രതലത്തിലേക്ക്, ആ വെള്ളത്തിന്റെ സർഫേസിലേക്ക് വരും. എന്നിട്ട് ലിസണിങ് ടു ദ മ്യൂസിക്, അവർ വന്നിട്ട് എന്ത് ചെയ്യും, ഈ മ്യൂസിക് ഇങ്ങനെ ലിസൺ ചെയ്തിരിക്കും. അവർ ഈ മ്യൂസിക് ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടിരിക്കും. ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെമുആന എന്ന് പറയുന്ന ഗ്രാമത്തില് കടൽ തീരത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദിസ് ഈസ് നോട്ട് എ ഫെയറി ടൈൽ, ഇതൊരു യക്ഷിക്കഥയല്ല, ഇതൊരു യക്ഷിക്കഥ പറയല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ്, സ്ഥലത്ത് നടക്കുന്നതും ദ വാട്ടർ, ആ വെള്ളത്തിൽ ഉണ്ടാകുന്നതുമാണ് ഇൻ ദിസ് ഏരിയ, ഈ ഏരിയയില്. കാരണം ഇത് നടക്കുന്ന ഒരു കാര്യമാണ് ആ സ്ഥലത്ത്.
കാരണം ഇപ്പോഴും ദ വാട്ടർ വെള്ളത്തിൽ ഇൻ ദിസ് ഏരിയ, ആ ഏരിയയിലെ വെള്ളത്തിൽ ഈസ് എ ഫോർബിഡൻ, വിലക്കിയിട്ടുണ്ട്. ഫോർ ഫിഷിംഗ് ഓഫ് ടേർട്ടിൽസ്, കടലാമകളെ പിടിക്കുന്നത് വിലക്കപ്പെട്ടൊരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഇത് രക്ഷി കഥ പറയല്ല, ഒരു യാഥാർത്ഥ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഇവിടെ അനദർ ഇൻട്രസ്റ്റിംഗ് സൈഡ് ലൈൻസ് ടു ദിസ് പെർഫോമൻസ്. കാരണം ഈ പ്രകടനത്തിന് വേറെയും ഒരു താല്പര്യം നിറഞ്ഞ ഒരു കാര്യമുണ്ട്, വേറെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു കഥ ഇതിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണത്? Is that if any member of nearby village of നെബൂക്കലാവു, ഈ നെബുആന എന്ന് പറയുന്ന വില്ലേജിന്റെ അടുത്തുള്ള ഒരു ദ്വീപാണ് നെബുആന വില്ലേജ്, അല്ല സോറി നെബൂക്കലാവു എന്ന് പറയുന്ന ഒരു വില്ലേജ്. അപ്പൊ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന വേറൊരു കാര്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണെന്ന് അറിയോ? നെബൂക്കലാവു എന്ന് പറയുന്ന അടുത്തുള്ള ഗ്രാമമായിരിക്കുന്ന നെബൂക്കലാവു എന്ന് പറയുന്ന വില്ലേജിൽ ഏതെങ്കിലും ഒരാൾ അവിടെ പ്രസിദ്ധനാവുകയാണെങ്കിൽ, അവിടെ സന്നിധനാവുകയാണെങ്കിൽ, ഈസ് എ പ്രസന്റ്, അവിടെ പ്രസന്റ് ആവുകയാണെങ്കിൽ, then the turtles will not rise to surface of the bay. ആ ഉൾക്കടലിന്റെ സർഫേസിലേക്ക്, പ്രതലത്തിലേക്ക് എന്ത് ചെയ്യൂല? ഈ കടലാമകൾ ഉയർന്നു വരൂല. ഈ കടലാമകൾ എന്ത് ചെയ്യൂല? ഉയർന്നു വരൂല. The turtles calling will have to be abandoned. അപ്പോ ഈ കടലാമകളെ വിളിക്കപ്പെടുന്നത് തന്നെ എന്താണ്? അഥവാ അബാൻഡ്, നിരോധിക്കപ്പെട്ടതാണ്. വിളിക്കാനും പാടില്ല, വിളിച്ചിട്ട് കാര്യമില്ല, കടലാമകൾ വരൂല. അപ്പോ നെബുആന എന്ന് പറയുന്ന എന്ന വില്ലേജിന്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് നെബൂക്കലാവു. നെബൂക്കലാവിൽ ഏതെങ്കിലും ഒരാള് യഥാർത്ഥത്തിൽ ആ വിളിക്കുന്ന സമയത്ത് അവിടെ വന്നാൽ പിന്നെ കടലാമകൾ വരൂല, പിന്നെ കടലാമകളെ വിളിക്കാനും പാടില്ല. As is a usually case with such strange ceremonies and costumes. കാരണം ഇത് സാധാരണയായിട്ട് ഈ കേസ് വിത്ത് സച്ച് സ്ട്രേഞ്ച് സെറമണീസ്, ഇതൊരു അപരിചിതമായ ഒരു ആചാരം, ഒരു രീതിയാണ്, കസ്റ്റ്യൂംസ് ഒരു രീതിയാണത്. ഇൻ ഫിജിയില് ദ ടേർട്ടിൽസ് കോളിംഗ്, ഈ കടലാമകളെ വിളിക്കുന്നത് ഈസ് എ ബേസ്ഡ് ഓൺ ആൻഷ്യന്റ് ലെജൻഡ്, ഒരു പുരാതനമായിരിക്കുന്നത് ഐതിഹ്യത്തിന്റെ ഭാഗമായിട്ടാണ് വിളിക്കുന്നത്. ഈ കടലാമകൾ വിളിക്കുന്നത് ഒരു പുരാതനമായിരിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. അത് സ്റ്റിൽ പാസ്റ്റർ, അതിപ്പോഴും കടന്നു പോകുന്നു ഫ്രം ഫാദർ, അച്ഛനിൽ നിന്ന് ടു സൺ, മകനിലേക്ക്. അതോ ഒരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എമംഗ് ദ ഫിജിയൻ പീപ്പിൾ ഓഫ് ദ കണ്ടാവു, കണ്ടാവൂലെ ജനങ്ങളുടെ എന്താണ്? ഫിജിയൻ ജനങ്ങൾക്കിടയിൽ, ഓക്കെ, ആ ഫിജിയൻ ഗ്രൂപ്പ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ്. അത് പിതാമഹന്മാരിൽ നിന്ന് ഇങ്ങനെ കടന്നു കന്ന് മക്കളിലേക്ക്, അവരുടെ മക്കളിലേക്ക് ഇങ്ങനെ വന്ന ഒരു ആചാരമാണ്. many years ago, ഇവിടെ ധാരാളം വർഷങ്ങൾക്ക് മുമ്പ്, ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നെബുആന. അപ്പൊ എന്താണ് ഈ കഥയുടെ തുടക്കം എന്നാണ് ഇനി പറയുന്നത്. എന്തിനാണ് അവര് ഈ കടലാമകളെ വിളിക്കുന്നത് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നെബൂക്കലാവു എന്ന് പറയുന്ന വില്ലേജിലെ ആളുകൾ അവിടെ വന്നാൽ എന്തുകൊണ്ട് അവിടെ ഈ കടലാമകൾ വരുന്നില്ല എന്നൊക്കെ പറയുന്നത്, many years ago, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് നെബുആന എന്ന് പറയുന്ന ദ്വീപിലെ, സുന്ദരമായിരിക്കുന്ന ദ്വീപിൽ, ഓൺ ദി ഐലൻഡ് ഓഫ് ദി കണ്ടാവു എന്ന് പറയുന്ന ദ്വീപില് ലിവ്ഡ് വെരി ലോങ് പ്രിൻസസ്, ലവ്ലി പ്രിൻസസ്, അവിടെ ഒരു സുന്ദരിയായിരിക്കുന്ന രാജകുമാരി ജീവിച്ചിരുന്നു. കോൾഡ്, അവളെ വിളിക്കപ്പെടുന്നത് ടിനൈ കൊബോഗ എന്നാണ്. അപ്പൊ ടിനൈ കൊബോഗ എന്ന് പറയുന്ന ഒരു സുന്ദരിയായിരിക്കുന്ന ഒരു രാജകുമാരി അവിടെ ജീവിച്ചിരുന്നു. ഹു വാസ് വൈഫ് ഓഫ് ദി ചീഫ് നെബുആന വില്ലേജ്, അഥവാ നെബുആന ഗ്രാമത്തിന്റെ ഒരു മുഖ്യന്റെ ഭാര്യയാണ് അവള്. എന്നാൽ ടിനൈ കൊബോഗ ഹാഡ് എ ചാമിങ് ഡോട്ടർ. ടിനൈ കൊബോഗക്ക് എന്താണ്? ഒരു സുന്ദരിയായിരിക്കുന്ന ഒരു മോളുണ്ടായിരുന്നു. കോൾഡ് റാഡുലിസ് എന്നാണ് ഓളെ പേര്. ഓളെ പേരെന്താണ്? റാഡുലിസ് എന്നാണ്. അപ്പൊ റാഡുലിസ് എന്ന് പറയുന്ന ഒരു മോളും ടിനൈ കൊബോഗ എന്ന് പറയുന്ന ഒരു രാജകുമാരിയും, ഇവ രണ്ടുപേരും അവർക്ക് എന്താണ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ രണ്ട് സ്ത്രീകൾ, ഈ രണ്ട് പെണ്ണുങ്ങൾ, ദ ടു വിമൻ ഓഫൺ വെന്റ് ഫിഷിംഗ്, ഇവ രണ്ടുപേരും എന്ത് ചെയ്യാറുണ്ട്? മത്സ്യം പിടിക്കാൻ വേണ്ടി പോകാറുണ്ട്. ഓൺ ദി റീഫ്സ് അറൌണ്ട് ദെയർ ഹോം, അവരുടെ വീടിന് ചുറ്റുമുള്ള പാറകളിലേക്ക്, അവരുടെ വീടിന് ചുറ്റും പരന്നു കിടക്കുന്ന പാറകളിലേക്ക് അവർ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകാറുണ്ട്. ഈ രണ്ട് പെൺകുട്ടികള്, ഒന്ന് അമ്മയും മോളുമാണ്. അങ്ങനെ ഒരിക്കൽ ടിനൈ കൊബോഗ ആൻഡ് റോഡലിസ്, ടിനൈ കൊബോഗയും റോഡലിസും
went further, അവർ അന്ന് കൂടുതൽ എന്നാണ് പോയി, afield than usual, എന്നും സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ ദൂരങ്ങളിലേക്ക് അവൾ പോയി. വെള്ളത്തിൽ ഇങ്ങനെ നടന്ന് നടന്ന് ദൂരങ്ങളിലേക്ക് പോയി. അങ്ങനെ ദൂരങ്ങളിലേക്ക് പോയപ്പോ they waved out, അവരെന്താണ് ഒഴുകിപ്പോയി on the submerged reefs which stretch out from the rocky headland to the east of the bay. അഥവാ ഉയർന്നു കിടക്കുന്ന പാറക്കെട്ടിൽ നിന്ന് ഇങ്ങനെ പരന്നു കിടക്കുന്നതായ വെള്ളത്തിലായിരിക്കുന്ന ഒരു പാറയിലേക്ക് അവരിങ്ങനെ നടന്ന് വെള്ളത്തിലുള്ള ഒരു പരന്നു കിടക്കുന്ന പാറയാണ്. ആ പാറ ഇങ്ങനെ വെള്ളത്തിലേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തതായ ആ പാറയിലേക്ക്, അതാണ് അവരെന്താണ് ഒഴുകിപ്പോയി എവിടേക്ക്, ഓൺ ടു ദ സബ്മേർജ്ഡ് റീഫ്സ്, അഥവാ വെള്ളത്തിലായിരിക്കുന്ന പാറയിലേക്ക്. വിച്ച്, ആ പാറ സ്ട്രെച്ച് ഔട്ട്, അതിങ്ങനെ പരന്നു കിടക്കുന്നതാണ്, ഫ്രം ദ റോക്കി ഹെഡ്ലിൻ, ഉയർന്നു കിടക്കുന്ന പാറക്കെട്ടിൽ നിന്ന്, ടു ദ ഈസ്റ്റ് ഓഫ് ദി ബേ, അഥവാ ഉൾക്കടലിന്റെ നിന്നാണ് ഈസ്റ്റ് ഭാഗത്തേക്ക്. ഓൺ വിച്ച്, ആ പാറക്കെട്ടിലാണ് നെമുആന വില്ലേജ് സിറ്റുവേറ്റഡ്. നെമുആന എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തന്നെ. അങ്ങനെ വരുന്നാണ് എന്നും പോകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയി. അങ്ങനെ ദേ ബിക്കെയിം, അവരെന്ത് ചെയ്തു, സോ എൻക്രോസ്ഡ്, അവരെന്താണ് മുഴുകി. അവരൊഴുകിപ്പോയി, നമ്മൾ ശ്രദ്ധിച്ചില്ല, അവരെന്താണ് മുഴുകി. എന്തില്, വിത്ത് ദയർ ഫിഷിംഗ്, അവരെ മത്സ്യം പിടിക്കുന്നതിൽ അവർ മുഴുകി. ദാറ്റ് ദേ ഡിഡ് നോട്ട് നോട്ടീസ്, അവരൊരിക്കലും അവരെന്ത് ചെയ്തില്ല, അവർ ശ്രദ്ധിച്ചില്ല. ദ സ്റ്റീൽത്തി അപ്രോച്ച്, ഒരു മോഷണം അവരെ സമീപിക്കുന്നുണ്ട് എന്ന്. ഓഫ് ദ ഗ്രേറ്റ് വാർ കാനോൺ, അഥവാ ഒരു വലിയതായിരിക്കുന്ന ഒരു യുദ്ധത്തിന് പോകുന്നതായ ഒരു തോണി. ആ തോണിയിൽ ഫില്ലഡ് വിത്ത് ദ ഫിഷർമാൻ, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ നടക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തോണി അവരെ വന്ന് മോഷ്ടിക്കുന്നത് അവരെന്താണ് മറന്നുപോയി. ഈ തോണി എവിടെ നിന്നാണ് വരുന്നത്, ഫ്രം ദ നിയർ ബൈ വില്ലേജ് ഓഫ് ദി നെബൂക്കലാവു. നെബൂക്കലാവു എന്ന് പറയുന്ന ദ്വീപിൽ നിന്നാണ്, അവിടുത്തെ തോണിയാണ് വരുന്നത്. ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ്, ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിംഗ്ടൺ. മൗണ്ട് വാഷിംഗ്ടൺ എന്ന് പറയുന്ന അതിന്റെ ആ പർവ്വതത്തിന്റെ നിഴലിലാണ്, ആ പാറക്കെട്ടിന്റെ നിഴലിൽ, ആ മൗണ്ടൻസിന്റെ നിഴലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഓഫ് ദ കണ്ടാവു ഐലൻഡ്. കാരണം ഇത് കണ്ടാവു എന്ന് പറയുന്ന ദ്വീപിലെ ഏറ്റവും ഉയർന്നു കിടക്കുന്ന ഒരു പർവ്വതമാണ് മൗണ്ട് വാഷിംഗ്ടൺ. ടുഡേ, ഇന്ന് മൗണ്ട് വാഷിംഗ്ടൺ ഈസ് എ വെൽ നോൺ, മൗണ്ട് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സ്ഥലമാണ്. ആർക്ക്, ടു മാരിനേഴ്സ്, അഥവാ കടൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക്. ബിക്കോസ് കാരണം ദർ ഈസ് എ സ്പ്ലെൻഡിഡ് ലൈറ്റ് ഹൗസ് ദർ, അവിടെ നിന്നാണ് വളരെ ഉയർന്നു കിടക്കുന്ന നല്ലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്, ഒരു വെളിച്ചത്തിന്റെ ഒരു വീട് ആ പാറക്കെട്ടിൽ. എന്തിനാണ് ആ ലൈറ്റ് ഹൗസ്, വാർണിംഗ് ദം, അത് സൂചന കൊടുക്കുന്നതാണ് ആർക്ക്, ഓഫ് ദി ഡേഞ്ചേഴ്സ് ഓഫ് ദി റോക്കി കോസ്റ്റ്ലൈൻസ്, അഥവാ നമ്മളുടെ എന്താണ് കടലോര പ്രദേശത്തുള്ള ആ പാറക്കെട്ടിന്റെ അപകടത്തെ അവർക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതായ ഒരു ലൈറ്റ് ഹൗസ് ആണ്. അപ്പൊ അപകടത്തെ സൂചിപ്പിക്കാനുള്ള ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ട്. മൗണ്ട് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞാല് കടൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു പർവ്വതമാണ്. അപ്പൊ അവിടെ സ്ഥിതി ചെയ്യുന്നതായ നെബൂക്കലാവു എന്ന് പറയുന്ന ദ്വീപ്, ആ ദ്വീപിലെ ഒരു തോണിക്കാരാണ് ഈ രണ്ട് രാജകുമാരിമാർ മത്സ്യം പിടിക്കുന്ന സമയത്ത് അതിലൂടെ കടന്നു വന്നത്. അവരെന്ത് ചെയ്തു, ഇവരെ കണ്ടപ്പോ സഡൻലി പെട്ടെന്ന് ദ ഫിഷർമാൻ ലെഫ്റ്റ് ഫ്രം ദെയർ കാനോൺ, അവരവരുടെ എന്താണ് തോണിയിൽ നിന്ന് അവർ എടുത്തു ചാടി. എന്നിട്ട് സെയ്സഡ് ദ ടു വിമിൻ, ആ രണ്ട് സ്ത്രീകളെയും അവർ പിടിച്ചു. ആൻഡ് ബൗണ്ട് ദെയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് ദ വൈൻ, മുന്തിരി വള്ളി കൊണ്ട് അവരുടെ കൈയും കാലുകളും അവർ ബന്ധസ്ഥനാക്കി. ഓക്കെ, ബന്ധസ്ഥനാക്കി. എന്നിട്ട് ടോസ്ഡ് ദം ഇൻടു ദ ബോട്ടം ഓഫ് ദി കാനോൺ, അവരെന്ത് ചെയ്തു, ആ തോണിയുടെ അടിത്തട്ടിലേക്ക് ഈ രണ്ടുപേരെയും അവരിട്ടു. എന്നിട്ട് സെറ്റ് ഓഫ് ഇൻ ദ ഗ്രേറ്റ് ഹേസ്റ്റ് ഫോർ ദ ഹോം, ധൃതിയിൽ അവരവരുടെ വീട്ടിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു. ഓൾദോ, എങ്കിലും ദ വിമിൻ പ്ലീഡഡ്, ആ രണ്ട് സ്ത്രീകളും അവർ യാചിച്ചു. ഫോർ ദെയർ ലീവ്സ്, അവരെ ജീവനും വേണ്ടി യാചിച്ചു. ദ ക്രൂവൽ വാരിയേഴ്സ് ഫ്രം നെബൂക്കലാവു, നെബൂക്കലാവു എന്ന് പറയുന്ന ആ ദ്വീപിലെ ആ യോദ്ധാക്കൾ, ക്രൂരന്മാരായിരിക്കുന്ന യോദ്ധാക്കൾ, ഡിഡ് നോട്ട് ലിസൺ, അവരൊരിക്കലും എന്ത് ചെയ്തില്ല, അവർ ശ്രദ്ധിച്ചില്ല. ടു ദെയർ എൻട്രീസ്, അവരുടെ യാചനകൾ, അവരുടെ അഭ്യർത്ഥനകൾ ഒരിക്കലും അവരെന്ത് ചെയ്തില്ല, ചെവി കൊണ്ടതേ ഇല്ല.
അങ്ങനെ ഇവര് എന്താണ് ഈ രണ്ട് രാജകുമാരെയും പിടിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്. ദ ഗോഡ്സ് ഓഫ് സീ, എന്നാ കടൽ ദേവന്മാർ ഹൗർ വേർ കൈൻഡ്, അവർ വളരെ ദയവുള്ളവരും. ആൻഡ് സൂൺ, അവർ പെട്ടെന്ന് എന്ത് ചെയ്തു, എ ഗ്രേറ്റ് സ്റ്റോം, ഒരു വലിയ കൊടുങ്കാറ്റ് എറൗസ് അവിടെ ഉയർന്നു വന്നു. ആൻഡ് ദ കാനോൺ വാസ് ടോസ്ഡ്, അഥവാ നമ്മുടെ തോണി ഇങ്ങനെ ടോസ് ഇങ്ങനെ ചാടാൻ തുടങ്ങി. അബൌട്ട് ഇറ്റ് ബൈ ദ ഹ്യൂജ് വേവ്സ്, വലിയ വലിയ തിരമാലകളെ കൊണ്ട്. വിച്ച് ഓൾമോസ്റ്റ് സ്വാംപഡ്, കാരണം ആ തോണിയിൽ എന്താണ് തികച്ചും വെള്ളം നിറഞ്ഞു. ആസ് ദ കാനോൺ, അങ്ങനെ ആ തോണി എന്ത് ചെയ്തു, ഫൗണ്ടേഡ് ഇൻ ദ സീ, കടലിൽ ഇങ്ങനെ ആടി ഉലഞ്ഞു. ദ ഫിഷർമാൻ വേർ അസ്റ്റൗണ്ടഡ്, ആ ഫിഷർമാൻമാർ എന്ത് ചെയ്തു, അവരെന്താണ് അത്ഭുതപ്പെട്ടു പോയി, തരിച്ചു പോയി. ടു നോട്ടീസ്, ശ്രദ്ധിച്ചപ്പോ എന്താ അവർ ശ്രദ്ധിച്ചത്, ദാറ്റ് ദ ടു വുമൻ, ആ രണ്ട് സ്ത്രീകൾ ലേയിങ്, അവരിങ്ങനെ കിടക്കുന്നുണ്ട് ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ, ഇൻ ദ ഹോൾഡ് ഓഫ് ദി കാനോ, ആ തോണിയിൽ എന്താണ് പിടിപെട്ടിരിക്കുന്ന വെള്ളത്തിൽ ഈ രണ്ട് സ്ത്രീകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവർ ഹാഡ് സഡൻലി, വളരെ പെട്ടെന്ന് ചേഞ്ച്ഡ്, അവർ മാറി എന്തായിട്ട്, ഇൻടു ദ ടേർട്ടിൽസ്, കടലാമകളായിട്ട് അവർ മാറി. അവര് പെട്ടെന്ന് എന്ത് ചെയ്തു, കടലാമകളായിട്ട് മാറി. ആൻഡ് ടു സേവ് ദെയർ ഓൺ ലിവ്സ്, അപ്പോ ഈ കപ്പൽ തൊഴിലാളി, ഈ യോദ്ധാക്കൾ, അഥവാ ഈ കാനോൺസിലുള്ള ഈ യോദ്ധാക്കൾ എന്ത് ചെയ്തു, ടു സേവ് ദെയർ ഓൺ ലിവ്സ്, അവരാകെ പേടിച്ച് അവരവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി, ദ മെൻ, ആ മനുഷ്യന്മാര്, സെയ്സഡ് ദം, ഈ കടലിൽ അമകളായിരിക്കുന്ന ഈ രണ്ട് സ്ത്രീകളെയും അവര് പിടിച്ചു. ആൻഡ് ത്രോ ദം ഇൻ ടു ദ സീ, എവിടേക്ക് വലിച്ചെറിഞ്ഞു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ രണ്ടുപേരെയും കടലിലേക്ക് ഇട്ടു. ആസ് ദേ സ്പ്ലെൻഡഡ് ഓവർ the side of the cannons, അപ്പോഴാണ് as they slipped over the side of the cannon, അവരുടെ തോണി വളരെ പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് എന്താണ് സ്ലിപ്പായി. ദ വെദർ ചേഞ്ച്ഡ്, കാലാവസ്ഥക്ക് എന്താണ് ക്രൂരമായിരിക്കുന്ന കാലാവസ്ഥ വന്ന് കടലൊക്കെ എന്താണ് ശക്തമായിരിക്കുന്ന ഒരു സ്റ്റോം, ഒരു കൊടുങ്കാറ്റൊക്കെ സൃഷ്ടിച്ച്, പക്ഷേ കാലാവസ്ഥ വളരെ മാറി. ഇപ്പൊ there were no more waves, ഇപ്പൊ കൂടുതൽ എന്താണ് തിരമാലകളൊന്നും ഇല്ല. കാരണം ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് ഇട്ടു. The Nebuchadnezzar fishermen continued their journey back to their home. അങ്ങനെ നെബൂക്കലാവിലെ ഫിഷർമാൻമാർ എന്ത് ചെയ്തു, അവരെ തുടർന്നു, അവരെ യാത്ര ബാക്ക് തിരിച്ചു, to their home village, അവരുടെ എന്താണ് ഗ്രാമത്തിലേക്ക് അവരെന്താണ് തുടർന്നു. And the two women, അങ്ങനെ ഈ രണ്ട് സ്ത്രീകള് ഫ്രം ദ നെമുആനയിലെ ഈ രണ്ട് സ്ത്രീകൾ, who had been changed, അവരെന്ത് ചെയ്തു, മാറി, ടു ടേർട്ടിൽസ്, കടലാമകളായിട്ട് മാറി, ലിവ്, ജീവിക്കുന്നു, ഓൺ ഇൻ ദ വാട്ടർ, ആ വെള്ളത്തില്, ഓഫ് ദ ബേ, ആ ഉൾക്കടലിലെ, ആ ഉൾക്കടലിലെ വെള്ളത്തിൽ ഇപ്പോഴും അവരെന്ത് ചെയ്തു, ആ കടലാമകളായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദെയർ ഡിസെൻഡൻസ്, അവരുടെ പിൻതലമുറക്കാർ, ടുഡേ, ഇന്നും, ഹൂ റൈസ്, അഥവാ ആ കടലാമകളുടെ പിൻതലമുറക്കാരായിരിക്കുന്ന ആമകൾ, അവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ആമകൾ ഇന്നും എന്ത് ചെയ്യുന്നു, റൈസ്, ഉയർന്നു വരുന്നു, ഫ്രം ദ വാട്ടർ, വെള്ളത്തിൽ നിന്ന്. വെൻ ദ മെയ്ഡൻസ് ഓഫ് ദെയർ ഓൺ വില്ലേജ്, അവരുടെ സ്വന്തം ഗ്രാമത്തിലെ കന്യകമാർ, സിംഗിങ് സോങ്സ്, പാട്ടുകൾ പാടുമ്പോൾ, ടു ദം, അവർക്ക്. അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു, ഫ്രം ദ ക്ലിഫ്സ്, ആ പാറക്കെട്ടിൽ നിന്ന് അവർക്ക് വേണ്ടി ആ കന്യകമാരിങ്ങനെ പാട്ട് പാടുന്ന സമയം എന്ത് ചെയ്യുന്നു, അവരുടെ പിന്മുറക്കാരായ ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, കടലിൽ നിന്ന് ആമകളായിട്ട് ഇങ്ങനെ ഉയർന്നു വരികയാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ കടലാമകളായിട്ട് വരാനുള്ള കാരണം, ഈ പാട്ട് പാടാനുള്ള കാരണവും. എന്നാൽ ദ ട്രാൻസ്ലേഷൻ ഓഫ് ദി സ്ട്രേഞ്ച് സോങ്സ് which is chanted on the such occasions, എന്നാൽ ഈ അപരിചിതമായിരിക്കുന്ന പാട്ടിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനത്തെ പാട്ടാണ്, which is chanted, ആ പാട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നു, ഉരുവിടുന്നുണ്ട്, ഓൺ സച്ച് എ ഒക്കേഷൻ, ഇത്തരം അവസരങ്ങളില്. അഥവാ ഈ ആചാരം ഓരോ വർഷം ഇങ്ങനെ നടന്നു വരുന്ന ഒരു ആചാരമാണ്. ആ സമയത്ത് ആ ഒക്കേഷൻസിൽ എന്ത് ചെയ്യുന്നു, അവരെ ഈ പാട്ട് ഉരുവിടുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, കടലാമകൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നെബൂക്കലാവ് എന്ന് പറയുന്ന ദ്വീപിൽ ആരെങ്കിലും അവിടെ വന്നാൽ പിന്നെ കടലാമകൾ വരൂല. അവ പാട്ട് പാടുന്നത് തന്നെ എന്താണ്, അത്
നിരോധിതമാണ്. ഓക്കെ. എന്നാൽ the women's of നെമുആന എന്ന് പറയുന്ന ഗ്രാമത്തിലെ സ്ത്രീകള് ഈ സമയത്ത് ഓൾ ഡ്രസ്സഡ് ഇൻ ദ മൗർണിംഗ്, ദുഃഖാചരണത്തിന്റെ ഡ്രസ്സാണ് അവർ ധരിക്കുക. ഈച്ച് ക്യാരീസ് എ സാക്രഡ് ക്ലബ് ഈച്ച് ടാറ്റോഡ് ഇൻ ദ സ്ട്രേഞ്ച് പാറ്റേൺസ്. അവർ ഓരോരുത്തരും എന്ത് ചെയ്യും? ക്യാരീസ് വഹിക്കുമേ സാക്രഡ് ക്ലബ് ഈച്ച്, അഥവാ ഒരു വിശുദ്ധമായിരിക്കുന്ന ഒരു കൂട്ടമായിട്ട്, ഈച്ച് ടോറ്റഡ് ഇൻ ദ സ്ട്രേഞ്ച് പാറ്റേൺ, ഒരു അപരിചിതമായിരിക്കുന്ന ഒരു ഘടനയിൽ അവരെന്ത് ചെയ്യും? ഒരു നിൽപ്പുണ്ട്. അവര് ഒരു കൃത്യമായിരിക്കുന്ന അതിനൊരു ആചാരം നൽകുന്ന ഒരു പാറ്റേൺസ് ഉണ്ട്, അതിൽ അവരെന്താണ് നിൽക്കും. എന്നിട്ടാണ് അവർ പാട്ട് പാടുന്നത്. അപ്പോ ദുഃഖാചരണത്തിന്റെ ഒരു കറുത്ത ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു ഒരു അപരിചിതമായിരിക്കുന്ന പാറ്റേൺസിന് ഘടനയിൽ എല്ലാ സ്ത്രീകളും ഇങ്ങനെ നിന്ന് അവരെന്താണ് ആ പാട്ട് ഉരുവിടും. എന്തായിരുന്നു ആ പാട്ട്? ഡു റൈസ് ടു ദ സർഫേസ് റാഡിലിസ് സോ വി മേ ലുക്ക് അറ്റ് യു. ഡു റൈസ് ടു ദ സർഫേസ് ടിനൈകൊബോഗ സോ വി മേ ഓൾസോ ടു ലുക്ക് അറ്റ് യു. ഇതാണ് ആ പാട്ട്. എന്താണ് ആ പാടിന്റെ അർത്ഥം? ഡു റൈസ്, ഒന്ന് ഉയർന്നു വരുമോ, ടു ദ സർഫേസ് അഥവാ കടലിന്റെ പ്രതലത്തിലേക്ക്, റോഡലിസ്. സോ അതുകൊണ്ട് വി മേ ലുക്ക് അറ്റ് യു, നിന്നെ ഞങ്ങളൊന്നു നോക്കിയിടട്ടെ. ഓക്കെ. അപ്പൊ റോഡിലിസ് ഒന്ന് ഉയർന്നു വരുമോ, നിന്നെ ഞങ്ങളൊന്ന് നോക്കിയിടട്ടെ. അടുത്ത പാട്ട് ഡു റൈസ്, ഒന്ന് ഉയർന്നു വരുമോ, ടു സർഫേസ് പ്രതലത്തിലേക്ക്, ടിനൈകൊബോഗ ഒന്ന് ഉയർന്നു വരുമോ. സോ അതുകൊണ്ട് വി മേ ലുക്ക്, ഞങ്ങൾ ഒന്ന് നോക്കിയിടട്ടെ. ഓൾസോ ടു ലുക്ക് അറ്റ് യു, തികച്ചും നിന്നെ കാണാൻ, നിങ്ങളൊന്ന് കാണാൻ ഞങ്ങളൊന്ന് നോക്കട്ടെ, ഒന്ന് ഉയർന്നു വരുമോ. ഇതാണ് ആ പാട്ട്. അപ്പൊ എന്താണ്? റോഡലിസ് ഒന്ന് ഉയർന്നു വരുമോ, നിന്നെ ഞങ്ങളൊന്ന് നോക്കിയിടട്ടെ. ടിനൈകൊബോഗ ഒന്ന് ഉയർന്നു വരുമോ, നിന്നെ ഞങ്ങളൊന്ന് കണ്ടിടട്ടെ. ഇതാണ് ഈ പാട്ട്. ഈ പാട്ടാണ് ഈ സ്ത്രീകൾ ഒരു ആചാരമായിട്ട് ദുഃഖത്തിന്റെ ഡ്രസ്സ് ധരിച്ച് ഒരു പ്രത്യേകമായിരിക്കുന്ന ഘടനയിൽ നിന്ന് അവർ ഉരുവിടുന്നത്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കടലാമ്പകൾ ഇങ്ങനെ ഉയർന്നു വരുന്നത്. യു മേ ഡൗട്ട്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ അത് കേൾക്കുമ്പോ ഒരു സംശയം ഉണ്ടാവും, ഇങ്ങനൊക്കെ ഉണ്ടാവുമോ എന്ന്. ദ ട്രൂത്ത്സ് ഓഫ് ദി ലിഗൽ, ഈ ഐതിഹ്യത്തിലെ സത്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. ബട്ട് പക്ഷെ യു കനോട്ട് ഡൗട്ട്, നിങ്ങൾക്ക് സംശയിക്കാൻ കഴിയൂല ദ ഫാക്ട്, യാഥാർത്ഥ്യം. ദാറ്റ് എന്തെന്നാൽ ദ ചാൻഡിങ് ഓഫ് ദി സ്ട്രേഞ്ച് സോങ് ഡസ്, ഇപ്പോഴും ഈ അപരിചിതമായിരിക്കുന്ന ഈ പാട്ട് അവിടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും സംശയിക്കാൻ കഴിയൂല. എപ്പോഴും നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ പറ്റുന്നതാണ്. ഇൻഫാക്ട് യഥാർത്ഥത്തിൽ the giant turtles, വലിയ ഈ കടലാമകള് to the surface of the blue waters of the bay, ആ ഉൾക്കടലിലെ ആ നീലവെള്ളത്തിൽ ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നതാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ആ കടലാമകളെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇവര് കടലാമകളായിട്ട് മാറി എന്നൊക്കെ നിങ്ങൾക്ക് സംശയിച്ചേക്കാം. പക്ഷെ കടലാമകൾ വിളിക്കുന്നതും കടലാമകൾ ഉയർന്നു വരുന്നതും നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതിൽ നിങ്ങൾക്ക് ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല. എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിയർ നെമുആന വില്ലേജ് അഥവാ നെമുആന വില്ലേജിന്റെ അടുത്ത്, ഓൺ ദി ഐലൻഡ് ഓഫ് ദി കണ്ടാവു അഥവാ കണ്ടാവു ദ്വീപിലാണ് ഇത് നടക്കുന്നത്. നെമുആന എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ കണ്ടാവു എന്ന് പറയുന്ന ദ്വീപിലാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സ്റ്റോറി. ചെറിയ സ്റ്റോറിയാണ്. ഇപ്പൊ കഥ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി സർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോം. ഓക്കെ, ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒന്ന് ജനറൽ ട്രാവൽ എസ്സേ.
ഒരു ട്രാവൽ എസ്സേ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോം ഉണ്ടാവും. ട്രാവൽ എസ്സേ ആൻഡ് ട്രാവൽ ഇൻഫോം എന്താണ് അറിയോ? കേട്ടിട്ടുണ്ടോ? ഓക്കെ. ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് ഇപ്പോ നമ്മൾ ഒരു ടൂറ് പോയി, ഒരു സ്കൂളിൽ ടൂറ് പോയി. അപ്പൊ ആ സ്കൂളിൽ ടൂറ് പോയിട്ടുള്ള അത് എഴുതാനാണ് ട്രാവൽ എസ്സേ എന്ന് പറയുന്നത്. ട്രാവൽ ഇൻഫോം എന്ന് പറയുന്നത് ഒരു ബ്രോഷറാണ്, ട്രാവൽ ബ്രോഷർ. ഓക്കെ. അപ്പൊ ട്രാവൽ ഇൻഫോമും ട്രാവൽ ബ്രോഷറും ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അടുത്ത് പോയിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ ബ്രോഷർ എഴുതാനാണ്. ഊട്ടിയാണെങ്കിൽ ഊട്ടി, മൈസൂരാണെങ്കിൽ മൈസൂര്, തിരുവനന്തപുരമാണെങ്കിൽ തിരുവനന്തപുരം, അത് എഴുതി കൊടുക്കാൻ അതിന്റെ ബ്രോഷർ ഉണ്ടാവും. അപ്പൊ അതിന് ബ്രോഷർ എഴുതുമ്പോൾ ഒരു കൃത്യമായ പാറ്റേൺസ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ. നമുക്കൊരു സ്ഥലത്തിന്റെ ബ്രോഷർ നമുക്ക് എഴുതാം, അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ ട്രാവൽ എസ്സേ ഞാൻ എഴുതി തരും. അപ്പൊ ട്രാവൽ എസ്സേ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാവൽ എസ്സേ നമ്മൾ എന്താണ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ പഠിച്ചു തന്നെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ. നിങ്ങൾ അടുത്ത് പോയിരിക്കുന്ന ഒരു ടൂറിന്റെ ട്രാവൽ എസ്സേ എഴുതാനാണ് പറയാം. അപ്പൊ ട്രാവൽ ബ്രോഷർ വന്നാലും ട്രാവൽ ഇൻഫോം വന്നാലും ഒന്നാന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ജനറൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട എന്താണ്, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വരുന്നത് ഞാൻ പറയാം. ഓക്കെ. ഒരു ചെറിയ നോട്ട്സ് ഞാൻ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സാക്ക് ടേർട്ടിൽസ് ഓക്കെ ഡാൻസ്ഡ് നെമുആന ഫിജി ഗ്രൂപ്പ് ഐലൻഡ് ഓഫ് ദി കണ്ടാവു. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു 5 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സാധാരണ നമ്മൾ എന്താണ് ഇതുവരേക്കുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താണ് പരിശോധിക്കുമ്പോൾ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് വരുന്നുണ്ട്. ഇതുവരേക്കുള്ള പബ്ലിക് ക്വസ്റ്റ്യൻസിലൊക്കെ ഈ പാഠത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് എന്താണ് ഷുവർ ആയിട്ട് നിർബന്ധമായിട്ട് കുറയാതെ 5 മാർക്സിൽ കുറയാതെ കൂടുതൽ എന്താണ് മാർക്സ് ഉണ്ടാവുന്നത് ഷുവർ ആണ്, കാരണം ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതിലെ ഒരു 4 പോയിന്റ്സ്, ഒരു 5 പോയിന്റ്സ് എഴുതി വെച്ചോളൂ. അതാണ് നിങ്ങൾ അതിൽ പഠിക്കേണ്ടത്. അതാണ് അതിൽ എന്താണ് ഫോക്കസ് പോയിന്റ്സ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഫോക്കസ് പോയിന്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. 5 മാർക്സിനുള്ളൂ. 5 മാർക്സിനൊക്കെ വരുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ഈ 5 പോയിന്റ്സ് എഴുതി കൊടുത്താൽ മതിയോ കേട്ടോ. ഒരു 5 പോയിന്റ്സ് എഴുതി കൊടുത്തോളൂ. The island of Kandavu, the island of Kandavu, the island of Kandavu is one of the larger islands of Fiji group okay, Fiji group and the Fijian village Fijian village of Nemuana is 50 miles by water
from capital city of Suva, SUVA, Suva. The sea and the reefs afford, AFFORD, afford excellent scenic beauty excellent scenic beauty and is a perfect piece for holiday. Piece for holidaying. Piece for holidaying. Piece for holiday. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. There is a strange ritual. There is ഈ പറയപ്പെട്ട പോയിന്റ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? For holiday എന്നല്ലേ അവസാനം? For holidaying. The sea and ആ point ഒന്ന് പറയോ? The sea and the reefs afford excellent scenic beauty. Excellent scenic, SCENIC, scenic beauty. Sea and reefs and the reefs പാറക്കെട്ട് REEFS reefs afford 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 excellent scenic beauty എഴുതിയോ? Okay. So scenic beauty and is the perfect unit and the perfect place for holiday. Is a perfect place for holiday. Okay. ഞാൻ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. There is a strange ritual called. There is a strange ritual called turtle calling. ഈ ടേർട്ടിംഗ് കോളിംഗ് ന്നില് ഒരു ഇൻവെർട്ടർ കോമയിൽ ഇടുക. Based on an ancient legend, LEGEND, still passed
On from father. On from father. From father. To son. To son. Among the people. Among the people of Kandau. Among the people of Kandau. Full stop. The maidens. The maiden. Maid. M-A-I-D-A-N. Of Nemuana village. Of Nemuana village. Nemuana village. Assembled. Assembled. ഒരുമിച്ച് കൂടെ assembled. Assembled on the seashore. On the seashore. On the seashore. And cold. Cold. The turtles. The turtles. Singing a strange chant. Singing a strange. Singing a strange chant. Chant. Full stop. The sacred turtles. The sacred turtles. The sacred turtles rose one by one. Rose by one by one. To lie on the surface. To lie. L-I-E. Lie on the surface. Surface. Listening to the songs. Listening to the songs. Listening to the songs. Next point. ഈ പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. അതിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് there is a strange ritual. There is a strange ritual called turtle calling. Called turtle calling. Based on an ancient legend. Okay. ആരുടെയോ മൈക്ക് അൺമ്യൂട്ട് ആണ്, മ്യൂട്ട് ചെയ്യണം, പറയുന്നത് കേൾക്കൂല. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതിക്കോ. Thousands of people. Thousands of people. Thousands of people. Including foreigners. Including foreigners.
gathered to enjoy, gathered to enjoy, enjoy the strange ritual, the strange ritual, Strange. ritual, RITUL, TUAL, ritual, ആചാരം, full stop. The village was decorated, the village was decorated with light and colors, with light and colors, light and colors of gear up, of gear up, gear, GEAR, gear up, for the turtle calling ceremony, for the turtle calling ceremony. ഈ last point, the rise up in, the rise up in, the rise up in the presence of any Nebuchadnezzar, the presence of any member at all, any members of Nebuchadnezzar. ഇപ്പം മൂന്നാമത്തെ പോയിന്റ്സിൽ എന്തെങ്കിലും കിട്ടാനുണ്ടോ? പറഞ്ഞോളൂ. No, sir. Okay. The rise up in the presence of any members, the rise up in the presence of any members of Nebuchadnezzar, 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 a nearby village, a nearby village, okay, nearby village. So there is an interesting, there is an interesting legend, interesting legend, LEGEND, legend behind it, behind it, behind it. Okay. It was believed that it is, oh, Abandoned ഏതുണ്ടേ? എങ്ങനെ? Turtle calling will be abandoned ഏതുണ്ടേ? ഞാൻ കേട്ടില്ല. Turtle calling will be abandoned ഏതുണ്ടേ? എന്താ നമ്മൾ വായിച്ചത്? there is, എന്താ വായിച്ചത് നമ്മള്? Okay, the rise up of the presence of the any members of Nebuchadnezzar near village, അതാണോ? Yes, sir. Yeah. അതിലെന്താ വേണമെന്ന് പറഞ്ഞേ? അവിടെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞതാണ് the rise up of the presence of any members of Nebuchadnezzar. Turtles will not rise up എന്നെഴുതണ്ടേ? Yeah.
അത് വിട്ടുപോയതാ. കേട്ടോ? ഓക്കെ, എന്താ പറഞ്ഞ? there is interesting ligand behind it. കേട്ടോ? അവിടെ എങ്ങനെ എഴുതി കൊടുത്തിട്ടോ? അവിടെ ആ സെൻസ് ഒരു കംപ്ലീറ്റ് അല്ല. ദ ടേർട്ടിൽസ് അങ്ങനെ എഴുതി കൊടുത്താൽ മതി. ദ ടേർട്ടിൽസ് ഡോണ്ട് റൈസ് അപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? കൺഫ്യൂഷൻ പോയോ? നമ്മളിത് റൈസ് അപ്പ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എഴുതി കൊടുക്കുക. ദ ടേർട്ടിൽസ് ഡോണ്ട് റൈസ് അപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് എനി മെമ്പേഴ്സ് ഓഫ് നബു കലാവു. അങ്ങനെ എഴുതി കൊടുക്കുക, എന്നാലും അത് അർത്ഥം കിട്ടുള്ളൂ. ഞാൻ വിട്ടുപോയതാണ് അവിടെ എഴുതി കൊടുത്തപ്പോ, അത് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇനി there is an interesting ligand behind it. ഇത്ര എഴുതിയോ? അപ്പൊ ഒന്നും പാടെ ഞാൻ അവിടുന്ന് വായിക്കുകയാണ്. The turtles don't rise up in the presence of any members of Nabu Kalau nearby village. There is an interesting ligand behind it. There is an interesting ligand behind it. Full stop. ഇത്ര വരെ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ തുടർച്ചയാണ്. It was believed that it was believed that the turtles it was believed that ഇത് വിശ്വസിക്കപ്പെടുന്നത്. It was believed that the turtles were believed that the turtles were the descendants. അവിടെ പിൻഗാമികൾ. descendants DESCENDANTS. okay, descendants of Tinei Koboga. പുസ്തകത്തിലുണ്ട് ടിനൈ കൊബോഗ. TINAICOBOGA. ടിനൈ കൊബോഗ. A princess and Rhodalis RAUDALICE. Her daughter who were attacked and drowned DRO മുങ്ങിപ്പോവുക. drowned DROWNED.
to the sea, to the sea, to the sea, by the fishermen, by the fishermen, by the fishermen of Nabukalau village, Nabukalau village. Close. കഴിഞ്ഞു. ഇതാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പല ക്വസ്റ്റ്യൻസുകൾ വരും. നിങ്ങൾ എന്താണ് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാവും, ആൻസർ എന്താന്ന് മനസ്സിലാവും, എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ക്വസ്റ്റ്യൻസുകൾ വരിക. അപ്പൊ ഈ പോയിന്റ്സ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ജനറൽ ക്വസ്റ്റ്യൻസുകള് നമുക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഥവാ ആർട്ടിക്കിൾസ്, ഈ ബേസ് ക്വസ്റ്റ്യൻസ് വരും. അതിലാണ് നമുക്ക് റൈറ്റപ്പ്, റിവ്യൂ, നറേറ്റീവ്, ആ ബേസ് ക്വസ്റ്റ്യൻസുകൾ വരും. പോയം അപ്രീഷിയേഷൻ വരും, ഒരു പ്രൊഫൈല് വരും, ഒരു സ്പീച്ച് വരും. പിന്നെ ട്രാവൽ റിലേറ്റഡ് ആയിരിക്കുന്ന ഒന്നെങ്കിൽ ട്രാവൽ എസ്സേ അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോം, ജനറൽ ക്വസ്റ്റ്യൻസ് ആണത്. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഒരു ട്രാവൽ എസ്സേ അല്ലെങ്കിൽ ട്രാവൽ ഇൻഫോം. പിന്നെ നമുക്ക് എന്താണ് ലെറ്റർ ടു എഡിറ്റർ. നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ലെറ്റർ ടു എഡിറ്റർ അതൊക്കെ എങ്ങനെ എഴുതാന്ന് പറയണ്ടേ. ലെറ്റർ ടു എഡിറ്റർ, ഇന്റർവ്യൂ, ഇന്റർവ്യൂ എങ്ങനെ എഴുതാം. പിന്നെ എഗ്രീയിങ് ഓർ ഡിസഗ്രീയിങ്, എഗ്രീയിങ് ഓർ ഡിസഗ്രീ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിബേറ്റ് ആണ്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എങ്ങനെ എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡിബേറ്റ് ഉണ്ടാവും 4 മാർക്സിന്. പിന്നെ ഇമെയിൽ ഉണ്ടാവും. ഇമെയിൽ എങ്ങനെ എഴുതാൻ നമുക്ക് പറയാം. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇത്തരം ക്വസ്റ്റ്യൻസുകളാണ് വരിക. നമുക്ക് ഒരു മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 5 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 6 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 7 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 8 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ 1 മുതൽക്ക് എന്താണ് 8 വരെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, അഥവാ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അതും കൂടുതൽ ഉണ്ടാവില്ല. 2 മാർക്സ് 3 മാർക്സിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസുകൾ വരിക. ഓക്കെ, എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും. ട്രാവൽ ഇൻഫോം ലാസ്റ്റ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ട്രാവൽ ഇൻഫോം എന്ന് പറഞ്ഞാൽ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ട്രാവൽ ഇൻഫോം എന്ന് പറഞ്ഞാൽ ബ്രോഷർ ആണ്. ഈ ബ്രോഷർ എന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ എഴുതാം. അത് ഞാൻ പറഞ്ഞുതരാം, ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ജനറൽ ഒരു ക്ലാസ് നമുക്ക് എന്താണ് മൊത്തം ജനറൽ ക്വസ്റ്റ്യൻസുകൾ പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് നമുക്ക് പറയാം. അപ്പോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും ഷുവർ ആയിട്ട്. ഒന്നെങ്കിൽ നമുക്ക് അസൻ, നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന പാഠത്തിലെ ഒരു ക്യാരക്ടറാണ് അസൻ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും സെറാങ് എന്ന് പറയുന്ന അസൻ. അസന്റെയും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഉണ്ടാവുന്നത് മാഗിയാണ്. ഈ 2 ക്യാരക്ടർ സ്കെച്ചുകൾ മനസ്സിലാക്കിച്ചാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ആണ് ഇതുണ്ടാവുക. കാരണം പബ്ലിക് എക്സാമിന് എപ്പോഴും വരുന്ന ഇതാണ്, അതുകൊണ്ട് ഫോക്കസ് ഏരിയ അതുകൊണ്ട് ഷുവർ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ കേൾക്കാത്തതാണ് ബ്ലോഗ്, ബ്ലേബ്. ഓക്കെ, അപ്പൊ ബ്ലോഗ് എങ്ങനെയാണ് എഴുതുക, ബ്ലേബ് എങ്ങനെയാണ് എഴുതുക, പാനൽ ഡിസ്കഷൻ എങ്ങനെ എഴുതുക, ഇതൊക്കെ ജനറൽ ക്വസ്റ്റ്യൻസുകളായിട്ട് വരുന്നതാണ്. അപ്പോ എന്താണ് ബ്ലേബ്, എന്താണ് ബ്ലോഗ്? നിങ്ങൾ ബ്ലേബ് കേട്ടിട്ടുണ്ടോ? No, sir. No, sir. ഇല്ല. അപ്പൊ നമുക്ക് അന്ന് ചർച്ച ചെയ്യാം എന്താണ് ബ്ലേബ്, എങ്ങനെ എഴുതണ്ടേ ഞാൻ പറഞ്ഞുതരാം. ബ്ലോഗ് കേട്ടില്ലേ? ബ്ലോഗ് എപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ? Yes. ഓക്കെ, വ്ളോഗ് അല്ല, വ്ളോഗ് വേറെയാണ്, ബ്ലോഗ് വേറെയാണ് കേട്ടോ. വ്ളോഗ് വേറെയാണ്, ബ്ലോഗ് വേറെയാണ്. ബ്ലോഗ് എങ്ങനെ എഴുതുന്നത് നമുക്ക് എന്താണ് അടുത്ത ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇത്തരം ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ ജനറൽ ക്വസ്റ്റ്യൻസുകളായിട്ട് വരുന്നത്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലെ ജനറൽ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്ക് ട്രാവൽ ഇൻഫോമും ട്രാവൽ എസ്സേ ഒക്കെ നമുക്ക് അന്ന് എഴുതാം കേട്ടോ. നമ്മളെ മുന്നിൽ ഇനി ഒരു ചാപ്റ്റർ മാത്രമാണുള്ളത്, അഥവാ സെറാങ്ങിന്റെ അസന്റെ പാഠാണുള്ളത്. ഓരോ പാഠത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പാഠത്തിൽ നിന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് പഠിച്ചാൽ മതി. നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എഴുതിയത് മാത്രം പഠിച്ചാൽ മതി. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും അതിന്റെ ഫോക്കസ് പോയിന്റ്സുകളും മനസ്സിലാക്കി വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്താൻ പറ്റുന്നു. 160ഓളം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുമല്ലോ. അതിൽ
ഒരു 100ഓളം മാർക്സുകൾ നമ്മൾ പഠിച്ച ഫോക്കസ് ഏരിയ ഉണ്ടാവുള്ളൂ. അപ്പൊ 100ൽ മിസ്റ്റർ ഗുപ്തയുടെ ഒക്കെ കാറ്റ സ്കെച്ച് സബാണ്. മെയിന് ഞാൻ പറഞ്ഞത് മെയിന് ഹസനും അതുപോലെ തന്നെ മാഗിയാണ്. അത് പഠിച്ചാൽ മതി. പിന്നെ പ്രൊഫൈല് നിങ്ങൾ എന്താണ് സ്റ്റീഫൻ ഹോക്കന്റെ എന്താണ് പ്രൊഫൈല് നോക്കി വെക്കുക. ഓക്കെ, ജനറൽ ആയിട്ട്. പിന്നെ ഒന്ന് നമുക്ക് ഈ കൊറോണയെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൊറോണയെ സംബന്ധിച്ച് അപ്പൊ ഒരു കൊറോണയെ കുറിച്ച് എന്താണ് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് എങ്ങനെ എഴുതേണ്ടത് മെത്തേഡ്സുകൾ മനസ്സിലാക്കിക്കൊള്ളുന്നു. ഓക്കെ, ഇപ്പൊ ഈ പാൻഡമിക് ഇങ്ങനെ ഈ പാൻഡമിക്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ എന്താണ് കൊറോണയെ കുറിച്ച് അഥവാ പാൻഡമിക്കിനെ കുറിച്ച് ഒരു 6 മാർക്സിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിനെ എങ്ങനെയാണ് എഴുതേണ്ടത്, ആ സമയത്ത് എന്തൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, ആദ്യം ഫസ്റ്റിലെ ഞാനൊരു ഇത് തരികയാണ് നിങ്ങൾക്ക്, നോക്കി വെച്ചോളൂ. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നോക്കി വെച്ചോളൂ. ഗൂഗിളിലൊക്കെ നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോ കൊറോണയെ സംബന്ധിച്ച് ഒരു ഇത് അത് നമ്മുടെ പാഠവും സംബന്ധിച്ചുള്ളതാണ്. കാരണം നമ്മുടെ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു പാൻഡമിക് ആണ്. ആക്ച്വലി ഈ പാൻഡമിക്കിനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ യൂണിറ്റ് തന്നെയാണ്. അപ്പോ ഇപ്പൊ ഈ പ്രസന്റിലി എന്താണ് നമ്മൾ ഈ COVID-19 കൊറോണ വൈറസ് അതിനെപ്പറ്റി ഒരു നോട്ട്സ് ഷുവർ ആയിട്ടുണ്ടാവും. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ സമയത്ത് നമുക്ക് എന്താണ് എന്തൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കണം കിട്ടൂല. 7 മാർക്സിനാകുമ്പോൾ അത്യാവശ്യം എഴുതി കൊടുക്കേണ്ടി വരില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ജനറൽ ആയിട്ട് ഒന്ന് വായിച്ചു വെച്ചോളൂ കേട്ടോ. അത് ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, sir. APJ അബ്ദുൽ കലാമിന്റെ കാറ്റ സ്കെച്ച് ഉണ്ടാവില്ല. അദ്ദേഹത്തിനോട് ക്വസ്റ്റ്യനെയർ ഒക്കെ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? ഗിയറപ്പ് എന്ന് പറഞ്ഞാല് സജ്ജമാക്കുക. അതിന്റെ മീനിങ് ആണ് ഗിയറപ്പ് എന്ന് പറഞ്ഞാൽ സജ്ജമാക്കണീനാണ് ഗിയറപ്പ് എന്ന് പറയുന്നത്. ഫ്രേസൽ വേർബ് ആണ് ഗിയറപ്പ്, സജ്ജമാക്കുക. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മാഷ് കുട്ടികൾ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ, താങ്ക് യു. Thank you, sir. Thank you, sir. ഓക്കെ, വെൽക്കം. Thank you, sir. Thank you, sir. Thank you, sir.